എല്ലാവരെയും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. ആദ്യം തന്നെ മാതാവിനോട് ഒരായിരം നന്ദി പറയുവാണ്. കാരണം അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് വെളിപ്പെടുത്തി ഉറപ്പ് നൽകിയ കാര്യമാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ഈ ചാനലിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് 7:30 അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന പ്രാർത്ഥനയിൽ നേരിട്ട് കാര്യങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്ന മക്കളെല്ലാവരും അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളാണെന്ന് അമ്മ മാതാവ് വെളിപ്പെടുത്തിയതാണ്. അതുപോലെ തന്നെ ആ മക്കളെ അമ്മ മാതാവ് എന്നും ചേർത്ത് പിടിക്കും. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അമ്മ മാതാവ് മക്കളെ വിടുവിക്കുമെന്ന് അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞു. അത് അമ്മ മാതാവ് ലൈവിൽ ചെയ്യുക തന്നെ ചെയ്യുന്നുമുണ്ട്. അമ്മ മാതാവ് സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ എല്ലാ മക്കളെയും അമ്മ മാതാവ് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് അവരെ മാറ്റിക്കൊണ്ട് സമ്പന്നതയിലേക്ക് ഉയർത്തുന്നുണ്ട്. അമ്മ മാതാവ് ആ മക്കളെ എല്ലാവരുടെയും ഭവനത്തിൽ സന്തോഷവും സമാധാനവും അമ്മ മാതാവ് ഉയർച്ചകളും അമ്മ മാതാവ് നൽകുന്നതിനെ ഓർത്ത് അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് വെളിപ്പെടുത്തി ഉറപ്പ് നൽകിയ കാര്യമാണ് അമ്മ മാതാവിനോട് കൂടെ ചേർന്ന് നിൽക്കുന്നവരെ ഒരു കാലത്തും അമ്മ മാതാവ് കൈവിടില്ല എന്ന്. നിങ്ങൾ എത്ര തകർന്നു പോയി നിൽക്കുന്നവരാണെങ്കിലും അമ്മ മാതാവിനോട് കൂടുതൽ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരുക. ഈ പ്രാർത്ഥന അമ്മ മാതാവ് വെളിപ്പെടുത്തി ഉറപ്പ് നൽകിയ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് ചാനലിൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വൈകിട്ട് 7:30 അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ അതീവ ഭക്തിയോടുകൂടെ തന്നെ പങ്കുചേരുക. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തതിന് ശേഷം നിങ്ങളുടെ ആവശ്യം ഈ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. അമ്മ മാതാവിൻ്റെ ഉറപ്പാണ്. അമ്മ മാതാവ് വെളിപ്പെടുത്തി ഉറപ്പ് നൽകിയ കാര്യമാണ്. എത്ര വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളാണെങ്കിലും ആ പ്രശ്നങ്ങളിലൊക്കെ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാവുമെന്നുള്ളത്. കാരണം അമ്മ മാതാവ് നടത്തുന്നുണ്ട്. അമ്മ മാതാവ് സ്വന്തം മക്കളായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. അമ്മ മാതാവിനോട് കൂടെ ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അമ്മ മാതാവ് എടുത്ത് നീക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മ മാതാവിനെ മറ്റു മക്കളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും അമ്മ മാതാവിനെ മറ്റു മക്കളിലേക്ക് നമ്മൾ പ്രചരിപ്പിക്കുകയും ചെയ്യാം. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകുന്നതിന് ഓർത്തിനമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് നിങ്ങളുടെ മക്കളെല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരാപത്തും കൂടാതെ കാത്തു സംരക്ഷിക്കുന്നതിനായിട്ട് അമ്മ മാതാവിൻ്റെ പ്രത്യേക കരങ്ങൾ നിങ്ങൾക്ക് നേരെ നീളുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ വെളിപ്പെടുത്തി പറയുവാണ്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളും അമ്മ മാതാവിനോട് കൂടെയുള്ള ലൈവിലും കൂടെ പങ്കുചേരുക. എല്ലാ ദിവസവും ഈ ചാനലിലുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ലൈവിൽ പങ്കെടുക്കുകയും ചെയ്യുക. അമ്മ മാതാവ് നിങ്ങളെ ഉള്ളം കയ്യിൽ താങ്ങിക്കൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അമ്മ മാതാവ് എടുത്തു നീക്കുന്നു. നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അനേകം സന്തോഷങ്ങളും സമാധാനങ്ങളും അനേകം അത്ഭുതങ്ങളും അമ്മ മാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ നടത്തുന്നുണ്ട്. നിങ്ങൾ ചാനലിൽ കയറി ജോയിൻ ചെയ്ത് നിങ്ങൾ ലൈവിൽ കൂടെ പങ്കുചേരുക. അമ്മ മാതാവ് അനേകം അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തുന്നതിനായിട്ട് അമ്മ മാതാവ് ചൊരിയുന്നുണ്ട്. അത് നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കും. നിങ്ങളുടെ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടും സമാധാനത്തോടു കൂടെ മുന്നോട്ട് പോകാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഈ പ്രാർത്ഥനയിലൂടെ ഉണ്ടാവുന്നുണ്ട്. അമ്മ മാതാവ് വെളിപ്പെടുത്തി ഓരോ മക്കളോടും പറയുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അമ്മ മാതാവ് എടുത്തു നീക്കുന്നു. അമ്മയുടെ സ്വന്തം മക്കളായി തീരുവാനായിട്ട് അമ്മ മാതാവ് വെളിപ്പെടുത്തി പറയുന്നു. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഈ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. എല്ലാ തരത്തിലുള്ള കടബാധ്യതകളും എല്ലാ തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിലൂടെ എടുത്തു നീക്കുന്നുണ്ട്. നിങ്ങളെ പൂർണ്ണമായിട്ടും അമ്മ മാതാവ് ഇരുകരങ്ങളാൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ അമ്മ മാതാവ് നിങ്ങളെ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നുണ്ട്. അമ്മ മാതാവ് വെളിപ്പെടുത്തി ഈ മക്കളോട് പറയുന്നു, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെ ഒരു കാലത്ത് ഞാൻ കൈവിടത്തില്ല. അമ്മ മാതാവ് വെളിപ്പെടുത്തി ഈ മക്കളോട് പറയുവാണ്, അമ്മയോട് കൂടെ ചേർന്ന് നിൽക്കുക. അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ പങ്കെടുത്തുകൊണ്ട് അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീരുക. അമ്മ മാതാവ് ഈ മക്കളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അമ്മയോട് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ ജോലി ഭാരത്താൽ ഇല്ലെങ്കിൽ ജോലി ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന മക്കളുണ്ടെങ്കിൽ അമ്മ മാതാവേ ആ മക്കളുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവേ ഈ മക്കൾക്ക് അമ്മ മാതാവ് ജോലി നൽകിക്കൊണ്ട് ഇവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള സാലറിയോടുകൂടി ഈ മക്കളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവേ അതുപോലെ തന്നെ ഈ മക്കൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവേ ആ ബുദ്ധിമുട്ടുകളൊക്കെ അമ്മ മാതാവ് എടുത്തു നീക്കിക്കൊണ്ട് ഇവർക്ക് സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജോലി ചെയ്യുവാനും നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അമ്മയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അമ്മ മാതാവ് ഇവരെ അനുഗ്രഹിക്കണമേ. അമ്മയുടെ പ്രത്യേക കരസ്പർശം ഈ മക്കളുടെ കൂടെ ഉണ്ടാവുന്നതിനെ ഓർത്ത് അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് അമ്മയോട് നന്ദി പറയുവാണ്. എത്രയോ വലിയ സ്നേഹമാണ് അമ്മ മാതാവ് ഈ മക്കളോട് കാണിക്കുന്നത്. എത്രയോ വലിയ കരുതലാണ് അമ്മ മാതാവ് ഈ മക്കളോട് കാണിക്കുന്നത്. അമ്മ മാതാവ് വെളിപ്പെടുത്തി ഓരോ മക്കളെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അമ്മ മാതാവ് ഈ മക്കളെല്ലാവരും ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്.
അമ്മേ മാതാവേ, അമ്മയോട് കൂടെ ചേർന്നുള്ള ജീവിതത്തിലൂടെ കടന്നു പോകാൻ ഈ മക്കളെ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവ് ഈ മക്കളെ ഒരുക്കുന്നതിനെ ഓർത്ത് അമ്മയോട് നന്ദി പറയുവാണ്. ഇവരുടെ എല്ലാ തരത്തിലുള്ള കഷ്ടപ്പാടുകളും അമ്മ മാതാവ് എടുത്തു നീക്കുന്നതിനെ ഓർത്ത് അമ്മയോട് നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ ഏതെങ്കിലും ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന മക്കളാണെങ്കിൽ അമ്മേ മാതാവേ, ഇവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ. ഈ മക്കൾക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് വേണ്ടി പോകാനായിട്ട് ശ്രമിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അവർക്ക് ആ ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. എത്രയോ വലിയ സ്നേഹമാണ് അമ്മ മാതാവ് മക്കളോട് കാണിക്കുന്നത്. എത്രയോ വലിയ കരുതലാണ് അമ്മ മാതാവ് മക്കളോട് കാണിക്കുന്നത്. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഈ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകുമ്പോൾ അമ്മേ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവ് ഈ മക്കളുടെ എല്ലാ ദുരിതങ്ങളും അമ്മ മാതാവ് എടുത്ത് നീക്കണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവ് എക്സാമോ മറ്റു കാര്യങ്ങളോ എഴുതുവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കളുണ്ടെങ്കിൽ അമ്മേ മാതാവ് ആ കാര്യങ്ങളിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ രോഗ സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ടും എടുത്തു നീക്കിക്കൊണ്ട് അമ്മയുടെ പ്രത്യേക കരുതൽ സംരക്ഷണം അവരുടെ കൂടെ ഉണ്ടാകണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ് അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവ്, ജന്മനായ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അമ്മേ മാതാവ്, അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമേ. ഈ മക്കളെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ സാധാരണ മക്കളെ പോലെ ഇവരുടെ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മയുടെ പ്രത്യേക കരുതലും ഇടപെടലും ഉണ്ടാവണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അമ്മയോട് നന്ദി പറയുവാണ് അമ്മേ മാതാവേ. വിവാഹം നടക്കാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ്, ഈ മക്കളുടെ വിവാഹം നടക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ മക്കളില്ലാത്ത ദമ്പതികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, ഇവർക്ക് മക്കളുണ്ടാകുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ. ഈ മക്കളെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയണം അമ്മേ മാതാവേ. ഈ മക്കളിപ്പോൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അമ്മയുടെ പക്കലേക്ക് എത്തിക്കൊണ്ട് അമ്മ മാതാവ് അവരുടെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ട് അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. ഈ മക്കളെല്ലാവരും ലൈവിൽ ജോയിൻ ചെയ്ത് പങ്കെടുക്കുന്നതാണ് അമ്മേ മാതാവ്. ഇവരുടെ പ്രാർത്ഥനകൾ അമ്മ മാതാവ് സ്വീകരിക്കണമേ. എല്ലാവരും അവരവരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. അമ്മേ മാതാവേ, ഈ സമർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനയിന്മേൽ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകുന്നതിന് ഓർത്ത് അമ്മയോട് നന്ദി പറയണം അമ്മേ മാതാവേ. ഈ മക്കളെ അമ്മ മാതാവ് പൂർണ്ണമായിട്ടും ഏറ്റെടുത്തുകൊണ്ട് അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് അമ്മയോട് നന്ദി പറയണം അമ്മേ മാതാവേ. അമ്മ മാതാവേ, ഈ മക്കളെ സംരക്ഷിക്കണമേ. ഇവർക്കൊരു ആപത്തും കൂടാതെ അമ്മ മാതാവ് ഇവരെ കാത്തുകൊള്ളണമേ. മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു അപകടവും കൂടാതെ അമ്മ മാതാവ് കാത്ത് സംരക്ഷിക്കണമേ. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഈ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതിന് ഓർത്ത് അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഇരുകരങ്ങളാൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, ഈ ചാനലിലുള്ള പ്രാർത്ഥനകൾ മറ്റു മക്കളിലേക്ക് അമ്മ മാതാവിനെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്ന മക്കളെ അമ്മ മാതാവ് പ്രത്യേകമായിട്ട് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അവരെ അമ്മ മാതാവ് കരുതുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മയിൽ പൂർണ്ണമായിട്ടും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ ചാനലിലെ പ്രാർത്ഥനകളൊക്കെ ആവശ്യങ്ങൾ കമൻ്റായിട്ടിടുന്ന മക്കളുടെ ആവശ്യങ്ങൾ അമ്മയുടെ പക്കലേക്ക് സമർപ്പിക്കുന്നു. ആവശ്യങ്ങൾ അമ്മ മാതാവ് നടത്തി കൊടുക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുന്നു.